എക്ലിപ്സിന്റെ പ്രാരംഭ സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഒരു പ്രൊജക്റ്റ് സൃഷ്ടിക്കുകയും എക്ലിപ്സിൽ ഒരു ക്ലാസ് ചേർക്കുകയും ചെയ്യുന്നത്, ജാവ പ്രോഗ്രാം എഴുതുന്നത്, ജാവ പ്രോഗ്രാം എക്ലിപ്സിൽ റൺ ചെയ്യുന്നത്, ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1110 എക്ലിപ്സ് 3.7. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങൾ എക്ലിപ്സ് സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. എക്ലിപ്സ് ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറൻമെന്റ് ആണ്. ഈ ടൂൾ ഉപയോഗിച്ച് ജാവ പ്രോഗ്രാമുകൾ എഴുതുവാനും ഡീബഗ് ചെയ്യുവാനും റൺ ചെയ്യുവാനും കഴിയുന്നു. ഇപ്പോൾ എക്ലിപ്സ് തുറക്കാം. Alt F2 പ്രസ് ചെയ്ത് ഡയലോഗ് ബോക്സിനുള്ളിൽ എക്ലിപ്സ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. വർക്ക്സ്പേസ് ലോഞ്ചർ ഡയലോഗ് ബോക്സ് കാണുന്നു. വർക്ക്സ്പേസ് നിങ്ങളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഡേറ്റയും എക്ലിപ്സുമായി ബന്ധപ്പെട്ട ഫയലുകളും സൂക്ഷിക്കുന്ന ലൊക്കേഷനാണ്. ഒരു ഡിഫാൾട്ട് ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ബ്രൌസ് ഉപയോഗിച്ച് മറ്റൊരു ഡയറക്ടറി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡിഫാൾട്ട് ഡയറക്ടറിയിൽ തുടരാം. ഓകെ കൊടുക്കുക. വെൽക്കം ടു എക്ലിപ്സ് പേജ് കാണുന്നു. പേജിന്റെ മുകളിൽ വലതുകോണിൽ കാണുന്ന വർക്ക്ബെഞ്ച് ക്ലിക്ക് ചെയ്യുക. ഇതാണ് എക്ലിപ്സ് IDE. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങാം. ഫയലിൽ നിന്ന് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന പട്ടികയിൽ നിന്നും ജാവ പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കുക. നമ്മുടെ മിക്ക ട്യൂട്ടോറിയലുകളും ജാവ പ്രൊജക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റിന്റെ പേര് എക്ലിപ്സ് ഡെമോ എന്ന് ടൈപ്പ് ചെയ്യുക. യൂസ് ഡിഫാൾട്ട് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ എല്ലാ എക്ലിപ്സ് ഡെമോ പ്രൊജക്റ്റ് ഡേറ്റകളും ഡിഫാൾട്ട് വർക്ക്സ്പേസിൽ സ്റ്റോർ ചെയ്യുന്നു. ഇത് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ബ്രൌസ് ഉപയോഗിച്ച് മറ്റൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാം. നമ്മൾ ഡിഫാൾട്ട് ലൊക്കേഷൻ ഉപയോഗിക്കുന്നു. ഈ വിസാർഡിന് താഴെ വലതുകോണിലുള്ള ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൻ അസോസിയേറ്റഡ് പെർസ്പെക്ടീവ് ഡയലോഗ് ബോക്സ് കാണുന്നു. പെർസ്പെക്ടീവ് എക്ലിപ്സിലെ ഐറ്റംസ് ക്രമീകരിക്കുന്ന രീതിയെ സൂചിപ്പിക്കുന്നു. ജാവ ഡെവലപ്മെന്റിന് യോജിച്ച ഒരു പെർസ്പെക്ടീവ് ഡയലോഗ് ബോക്സ് നിർദ്ദേശിക്കുന്നു. റിമെമ്പർ മൈ ഡിസിഷൻ തിരഞ്ഞെടുത്ത് യെസ് കൊടുക്കുക. ഒരു പ്രൊജക്റ്റോട് കൂടി എക്ലിപ്സ് IDE കാണുന്നു. ഇപ്പോൾ ഈ പ്രൊജക്റ്റിലേക്ക് ഒരു ക്ലാസ് ചേർക്കാം. പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നിട്ട് ക്ലാസ് തിരഞ്ഞെടുക്കുക. ക്ലാസിന്റെ പേര് ഡെമോ ക്ലാസ് എന്ന് നൽകുക. ശ്രദ്ധിക്കുക, മോഡിഫയർസിൽ പബ്ലിക്ക്, ഡിഫോൾട്ട് എന്നീ രണ്ട് ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ പബ്ലിക്ക് തന്നെ നൽകാം. തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ മറ്റ് ഓപ്ഷനുകൾ പരിശോധിക്കാം. മെത്തോട് സ്റ്റബ്സിന്റെ പട്ടികയിൽ നിന്ന് പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മറ്റ് ഓപ്ഷനുകൾ തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പരിശോധിക്കാം. വിസാർഡിന് താഴെ വലതുകോണിലുള്ള ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലാസ് ഫയൽ കാണുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന വിവിധ ഭാഗങ്ങളെ പോർട്ട്ലെറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇതാണ് പാക്കേജ് എക്സ്പ്ലോറർ പോർട്ട്ലെറ്റ്. ഇത് ഒരു ഫയൽ ബ്രൗസറിനെ പോലെ പ്രവർത്തിക്കുന്നു. നമ്മൾ കോഡ് എഴുതുന്ന എഡിറ്റർ പോർട്ട്ലെറ്റ് ഇതാണ്. ഇത് ഔട്ട്ലൈൻ പോർട്ട്ലെറ്റ്. ഇവിടെ പ്രൊജക്റ്റിന്റെ ഹൈറാർക്കി കാണിക്കുന്നു. ഓരോ പോർട്ട്ലെറ്റിന്റെയും വലുപ്പം വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുന്നു.
മിനിമൈസ് ബട്ടൺ ഉപയോഗിച്ച് അവ മിനിമൈസ് ചെയ്യുന്നു. റീസ്റ്റോർ ബട്ടൺ ഉപയോഗിച്ച് റീസ്റ്റോറും ചെയ്യാം. ഇപ്പോൾ മറ്റ് പോർട്ട്ലെറ്റ്സ് മിനിമൈസ് ചെയ്തിട്ട് എഡിറ്ററിൽ ശ്രദ്ധിക്കാം. ഇവിടെ കാണുന്നത് പോലെ എക്ലിപ്സ് നമുക്ക് വേണ്ടി ചില കോഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കോഡ് നമ്മൾ ക്ലാസ് സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത ഓപ്ഷൻ അനുസരിച്ചാണ്. ഇവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കാം. ടൈപ്പ് ചെയ്യുക system.out.println പരാൻതീസിസിൽ ഡബിൾ quotesനുള്ളിൽ ഹെല്ലോ എക്ലിപ്സ്. സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം സെമിക്കോളൻ കൊടുക്കുക. ഫയൽ സേവ് ചെയ്യാനായി ഫയൽ എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. ഇതിനായി Ctrl+S ഷോർട്ട്കട്ടും ഉപയോഗിക്കാം. ഈ പ്രോഗ്രാം റൺ ചെയ്യാനായി എഡിറ്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് എന്നിട്ട് ജാവ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കൺസോൾ ഔട്ട്പുട്ട് കാണിക്കുന്നു. നമ്മുടെ കോഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രോബ്ലംസ് പോർട്ട്ലെറ്റിൽ കാണുന്നു. ഇങ്ങനെയാണ് എക്ലിപ്സിൽ ഒരു പ്രോഗ്രാം എഴുതുകയും റൺ ചെയ്യുകയും ചെയ്യുന്നത്. ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് എക്ലിപ്സിൽ ഒരു പ്രൊജക്റ്റും അതിൽ ഒരു ക്ലാസും സൃഷ്ടിക്കുന്നത്, ജാവ സോഴ്സ് കോഡ് എക്ലിപ്സിൽ എഴുതി അത് റൺ ചെയ്യുന്നത്. ഒരു അസൈൻമെന്റ്, ഡിസ്പ്ലേ എന്ന പേരിൽ ഒരു പുതിയ പ്രൊജക്റ്റ് സൃഷ്ടിക്കുക. ഡിസ്പ്ലേ പ്രൊജക്റ്റിൽ വെൽക്കം എന്ന ഒരു ക്ലാസ് ചേർക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.